ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു വിജയലക്ഷ്മി മാമിൻ്റെ ആ ഒരു ആവശ്യപ്രകാരം അല്ലെങ്കിൽ ആഗ്രഹപ്രകാരം ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഗീതു ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി എത്തുന്നതിനെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞ രാധിക എന്ന് പറയുന്നവൾക്ക് യാതൊരു സമാധാനവുമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഗീതു മടങ്ങി ചെല്ലുന്നത് വെറും കൈയോടെ അല്ലെന്നും ഗീതുവിൻ്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനാണെന്നുമുള്ള ആ ഒരു ചെറിയ ധാരണ എന്തായാലും അവർക്കുണ്ടാകാതിരിക്കില്ല. ഗീതു ആണെങ്കിലോ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. തൻ്റെ ജീവിതം നശിച്ചു പോയാലും കുഴപ്പമില്ല, ഗോവിന്ദ് സാറിനെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയുമായിട്ടാട്ടോ ഗീതു പോകുന്നത്. അങ്ങനെ ഗീതുവിൻ്റെ തീരുമാനങ്ങളുമായി ഗീതു ഗോവിന്ദിൻ്റെ കൂടെ പോകുന്നു. അങ്ങനെ അറക്കൽ തറവാട്ടിലേക്ക് ഗീതു പടി കടന്നെത്തുന്ന ആ ഒരു വലിയ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ആ ഒരു പേടി സ്വപ്നത്തിൽ നോക്കി ഇങ്ങനെ പകച്ചു നിൽക്കുക അവരെല്ലാവരും. ഗീതു ഗോവിന്ദനോട് പറഞ്ഞു, നമുക്ക് ഇറങ്ങാം. ഇനി അറക്കൽ തറവാട്ടിൽ ഗോവിന്ദിൻ്റെ ഭാര്യയായിട്ട് എല്ലാ അവകാശങ്ങളും അധികാരങ്ങളോടും കൂടിയാണ് താൻ ഇറങ്ങുന്നതെന്നും അറക്കൽ തറവാട്ടിൽ ഇനി നിങ്ങളുടെ രാധികാമ്മയ്ക്ക് മേലെയാണ് എൻ്റെ സ്ഥാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭയങ്കര സെറ്റപ്പിലാണ് ഗീതു പോകുന്നത്. അപ്പോൾ ഗീതു പോകാൻ ഇറങ്ങുന്നതിനും അതുപോലെ ഗോവിന്ദ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിനും എല്ലാം സാക്ഷിയായി നമ്മുടെ മഹേഷ് അവിടെ നിൽപ്പുണ്ട്. മഹേഷിനോട് എന്നിട്ട് യാത്ര പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ ഇറങ്ങുക. അങ്ങനെ ഗീതു ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇനി ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോണേ ഭഗവാനെ എന്ന് ഗോവിന്ദൻ പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനും പേടിയുണ്ട്, ഗീതു അങ്ങ് ചെന്ന് കഴിയുമ്പോൾ എന്താകും അവിടുത്തെ ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താകും എന്നൊക്കെ ഓർത്ത്. അങ്ങനെ ആ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി എല്ലാം ഭംഗിയായി അല്ലെങ്കിൽ ഇവരുടെ ജീവിതം നല്ല രീതിയിൽ പോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നമ്മുടെ മഹേഷ് നിൽപ്പുണ്ട്. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗോവിന്ദും ഗീതും കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു. പരസ്പരം ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല, അങ്ങോട്ടും മിണ്ടുന്നില്ല ഇങ്ങോട്ടും മിണ്ടുന്നില്ല. ഉള്ളുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടാണ് രണ്ടുപേരും ഇങ്ങനെ വണ്ടിയിലിരുന്ന് പോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പോവുകയാണ്. ഈ സമയത്ത് വീട്ടിൽ വരുണും അതുപോലെ സുവർണയും കൂടി ഗീതുവിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. എന്നാലും ഗീതുവിനെ ആരായിരിക്കും ആ സമയത്ത് അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയത്? അന്നേരമുള്ള കാര്യങ്ങൾ അമ്മ ഇങ്ങോട്ട് വിളിച്ച് കൈമാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാലും ആരായിരിക്കും ഗീതുവിനെ തട്ടിക്കൊണ്ട് പോയത്? അല്ലെങ്കിൽ ഗീതു ആരോടൊപ്പം ആയിരിക്കും പോയിരിക്കുന്നത്? എന്നാലും ഗീതുവിനെ അവിടെ വെച്ച് രക്ഷിക്കാൻ പാകത്തിന് ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ആരാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുണിനാകെ സംശയം. വരുണിന് ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും താൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ പക്കായായിട്ട് കറക്റ്റായിട്ട് ചെയ്തെന്നും പക്ഷേ അതിനൊന്നുമല്ല, അതിനേക്കാളൊക്കെ അപ്പുറം ഗീതുവിന് സംരക്ഷകയായ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതൊന്നും ഏക്കാതിരുന്നതെന്നും പറഞ്ഞു. ഗീതുവിന് സംരക്ഷകയായി ആരുണ്ടായിരുന്നുവെന്നാണ് നീ പറയുന്നതെന്ന് ഇങ്ങനെ വരുൺ ചോദിച്ചപ്പോൾ ഇത്രയും വലിയൊരു സിറ്റിയിൽ ഒരു പരിചയമില്ലാത്ത ഗീതുവിനെ ഇതുപോലൊരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷിക്കുക, പിന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, ആളുകളെയൊക്കെ വിവരം അറിയിക്കുക, അതിനുശേഷം എല്ലാവരും തഴഞ്ഞു കളഞ്ഞപ്പോൾ അവളുടെ ബില്ല് പോലും പേ ചെയ്ത് അവളെയും കൊണ്ട് പോവുക, ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ വിജയലക്ഷ്മി ഒരാളെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു സുവർണ. ആരാണെന്ന് വരുൺ ചോദിച്ചപ്പം അത് മറ്റാരുമല്ല, ആ വിജയലക്ഷ്മി ആണെന്നുള്ള കാര്യം പറഞ്ഞു. വിജയലക്ഷ്മി ആണെന്ന് പറഞ്ഞപ്പോഴേക്കും വരുൺ അങ്ങ് ഞെട്ടിയിട്ടോ. വിജയലക്ഷ്മിയോ? അതെ, ആ വിജയലക്ഷ്മി. ആ പുള്ളിക്കാരി അല്ലാതെ ഇതിനകത്ത് മറ്റാരും ഇതുപോലൊന്നും ചെയ്യില്ലെന്നുള്ള കാര്യം സുവർണ ഇങ്ങനെ പറയും. അതെനിക്ക് ഉറപ്പാണെന്നും പക്ഷേ അതെന്താണെന്നോ അല്ലെങ്കിൽ അതിനകത്ത് സംഭവിച്ചത് എന്താണെന്നോ ആരും വരുൺ സാറിനോടും പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ രൂപം സാറിന് കിട്ടാത്തതെന്നും പറഞ്ഞു. എന്നാലും ആരായിരിക്കും ഈ വിജയലക്ഷ്മി? എന്തായിരിക്കും അവർക്ക് നിങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം? ഇതൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി കൂടായിരുന്നു സാറിനെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ അമ്മയോട് 1000 വട്ടം ചോദിച്ച കാര്യമാണെന്നും അമ്മ അതൊന്നും തന്നോട് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ വരുൺ ഇങ്ങനെ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഇതിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, സാറിനോട് മനഃപൂർവ്വം അവർ പറയാത്തതാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ വരുണിനെ വാശി പിടിപ്പിച്ചുകൊണ്ട് ഈ സുവർണ പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു എന്താണ്. അപ്പോൾ ആർക്കും ഇവരോട് പറയാൻ താല്പര്യമില്ലല്ലോ, എന്താണ് ഈ വിജയലക്ഷ്മിയും അതുപോലെ ഈ കുടുംബവും തമ്മിലുള്ള ബന്ധം അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു ഇതിൽ ഇവരിങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി സാറിന് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാനുണ്ട് കൂടെ എന്നും പറഞ്ഞുകൊണ്ട് സഹായം വരെ വാഗ്ദാനം ചെയ്യാണ് ആശാത്തി. അങ്ങനെ ആ ഒരു സംഭവം അവിടെ അങ്ങനെ നടക്കുന്നു കേട്ടോ. ഇതേ സമയത്ത് ഈ കിഷോറിൻ്റെ ജീവിതത്തിലൊരു വൻ പരാജയമായി
മാറിക്കഴിഞ്ഞു കിഷോർ. അങ്ങനെ കിഷോറിൻ്റെ ജീവിതത്തിൽ അവർണിക കിഷോറിനെ എത്രത്തോളം വിശ്വസിച്ചോ സ്നേഹിച്ചോ അതിൻ്റെ 10 ഇരട്ടി ഇപ്പോൾ ദേ ഭാര്യയായ വ്യക്തി കിഷോറിനെ വെറുക്കാൻ തുടങ്ങി. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അത്ര കാലമൊന്നും കാത്തിരിക്കണ്ട, സ്പോട്ടിൽ തന്നെ പണി തിരിച്ചു കിട്ടും. ആര് ചതിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള തിരിച്ചടി കിട്ടുമെന്നുള്ളതിൻ്റെ ആ ഒരു വലിയ തെളിവായി തന്നെ കിഷോറിന് ഭയങ്കരമായി ഇടിവെട്ടൊരു തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുന്നു. ഗീതുവിനെ വിൽക്കാൻ, കോടികളുമായി ജീവിക്കാനൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കിഷോറിന് കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാത്തൊരവസ്ഥ. കിഷോർ വരുത്തി വെച്ച ആ ഒരു വൻ ബാധ്യത കണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കണ്ട് അച്ഛൻ്റെയും മകളുടെയും കിളി പാറ ഇങ്ങനെ ഇരിക്കുകയാണ്. മരുമകൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പക്ഷേ അവർണിക അങ്ങനെയല്ല, അവർണികയ്ക്ക് അത് ചോദിച്ചല്ലേ പറ്റൂ, അവർണിക അത് ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഈ ഒരു പ്രശ്നം അത് കിഷോറിനോട് അവർണിക ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. കിഷോറാണെങ്കിൽ എന്തോ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നു. ഈ സമയത്താണ് അവർണിക ചോദിക്കുന്നത്, എന്താ കിച്ചു ഇത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം, നിനക്കൊന്നും അറിയില്ലല്ലേ, നീ എന്തൊക്കെ തോന്നിയവാസങ്ങളായി കാണിച്ചു വെച്ചിരിക്കുന്നത്, നിൻ്റെ മേലുള്ള എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടു പോയി കിച്ചു. നീ കാണിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് എത്ര രൂപയുടെ നഷ്ടമാണ്, അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ നഷ്ടമാണെന്ന് നിനക്കറിയോ നമുക്ക് സംഭവിച്ചത്? അവർ കൊണ്ടുപോയിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് നീ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവർണിക ഒരു പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുക. അപ്പോഴും തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നീ വലിയ മഹാനാണെന്ന് സ്വയം പുകഴ്ത്തുകയും മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുകയും ചെയ്തിട്ട് ഇപ്പം നിനക്ക് എന്താ പറ്റിയത്? നീ കാരണം കോടികളുടെ ബിസിനസ്സാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, കോടികളുടെ സ്വത്താണ് കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. ഇനിയിപ്പം ഇതിനെയൊക്കെ എങ്ങനെ പരിഹരിച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല. നിൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഇനി എങ്ങനെ ഇതിൽ നിന്ന് ഊരിപ്പോരുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവർണിക ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ താനിതൊന്നും മനഃപൂർവ്വം അല്ലെന്നും അങ്ങനെ അറിയാതെ സംഭവിച്ചു പോയതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട ഡാഡി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഈ ഒരു പ്രശ്നത്തിന് നമ്മളെ രക്ഷിക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നും അവർണിക പറഞ്ഞു. ആർക്കാണെന്ന് അച്ഛൻ മകളോട് ചോദിച്ചപ്പോൾ അത് ഗോവിന്ദ് സാറിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ് സാറിനോട് സംസാരിച്ചിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഗോവിന്ദൻ്റെ മുന്നിൽ തടസ്സം മുട്ടുകുത്തി നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയരുതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല മോളെ, അവരുടെ മുന്നിലൊക്കെ എനിക്കൊരു നിലയും വിലയുണ്ട്, അത് ഞാനായിട്ട് ഒരിക്കലും കളയില്ലെന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, അച്ഛൻ സംസാരിക്കേണ്ട, അച്ഛൻ ഗോവിന്ദ് സാറിൻ്റെ മുന്നിൽ ചെറുതാവുകയും വേണ്ട, പക്ഷേ എനിക്ക് സംസാരിക്കാമല്ലോ. ഗീതാഞ്ജലിയും ഞാനും തമ്മിലിപ്പോൾ വലിയ ഫ്രണ്ട്സല്ലേ, ഞാനൊരു സഹായം ചോദിച്ചാൽ ഗീതാഞ്ജലി എനിക്കത് ചെയ്തു തരാതിരിക്കില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഗീതുവിനോട് ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും കിഷോറിൻ്റെ ചങ്കൊന്ന് കത്തി. ഗീതുവിനോട് സംസാരിക്കാനോ തമ്പുരാനോ എന്നെല്ലാം തീർന്നു. ഗീതു അത് സാധിച്ചു കൊടുക്കില്ലെന്നുള്ള കാര്യം കിഷോറിനറിയാം. അപ്പോൾ കിഷോർ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരുടെ ഒന്നും കാല് പിടിക്കേണ്ട കാര്യമില്ലെന്ന് പറയുമ്പം അത് തീരുമാനിക്കുന്നത് നീയല്ല, ഇത്രയും ഒപ്പിച്ച് വയ്ക്കാൻ മാത്രമല്ല നിന്നെക്കൊണ്ട് കഴിഞ്ഞുള്ളൂ, ഇതിൻ്റെ ബാക്കി പരിഹാരം കണ്ടുപിടിക്കാൻ നിന്നെക്കൊണ്ട് കഴിഞ്ഞോ? അതിനുള്ള കഴിവ് നിനക്കില്ലല്ലോ, അപ്പോൾ നീ ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കേണ്ട, എൻ്റെ കൺമുന്നിൽ നിന്ന് പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക കിഷോറിനോട് അവർണിക. അപ്പോൾ അവർണിക ഈ ദേഷ്യപ്പെടുന്നതൊക്കെ കണ്ട് കിഷോർ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. മിണ്ടിക്കഴിഞ്ഞാൽ തലവഴി കിട്ടുമെന്നുള്ളത് അറിയാം. എന്തായാലും ആ ഒരു സംഭവം അതെല്ലാം കഴിഞ്ഞു. നമ്മുടെ അവർണിക ഫോൺ എടുത്ത് ഗീതുവിനെ വിളിക്കും. അപ്പോൾ ഗീതുവും ഗോവിന്ദും കൂടി ഇങ്ങനെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോൾ വരുന്നത്. വിളിച്ചു, അവർണികയാണല്ലോ എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ കോൾ എടുത്തു. ഒന്നും അമാന്തിച്ച് അങ്ങനെ ഇരിക്കുമോ കോൾ എടുക്കാതെ. അപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു, ഇത് ആരായി വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞു. എന്തിനാ ഈ കോൾ എടുക്കാതെ ഇരിക്കുന്ന, കോൾ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ ഇപ്പോഴും അറിയില്ല അവർണികയാണ് കിഷോറിൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു നിജസ്ഥിതി. അങ്ങനെ ആ ഒരു ഇതിങ്ങനെ ഗോവിന്ദൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഗീതു ഫോൺ എടുത്തു. എന്നിട്ട് അവർണികയുമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ കിഷോർ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ദൈവമേ എന്താകും ഇനി അവർണികയോട് അവളെന്തെങ്കിലും പറയുമോ എന്നൊക്കെയുള്ള ഒരു പേടി. അങ്ങനെ പേടിച്ച് വിറച്ച് കിഷോർ അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് അവർണിക ഗീതുവിനോട് തനിക്ക് പറ്റിയ ആ ഒരു അബദ്ധത്തെപ്പറ്റി, എൻ്റെ കമ്പനിക്ക് പറ്റിയ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണം, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു സഹായിക്കുന്നത്.
ഗീതു ചോദിച്ചു. അപ്പോൾ ഗീതുവിന് മാത്രമേ ഞങ്ങളെ സഹായിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണയ്ക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് ഗോവിന്ദനോട് വിവരം പറഞ്ഞു. അപ്പോൾ ഗോവിന്ദനോട് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു, നീയല്ലേ അവരെ സഹായിക്കാമെന്ന് ഏറ്റത്, അതെന്താണെങ്കിലും നീ തന്നെ ചെയ്താൽ മതി, എന്നെ അതിനൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്നെ അതിനൊന്നും കിട്ടുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങനെ ഈ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മളോടൊരു സഹായം ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ അവരെ കൈ ഒഴിയുമെന്ന് ഗീതു ചോദിച്ചപ്പോൾ, നീ കൈ ഒഴിയണ്ട, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നീ അവരെ സഹായിച്ചോ, ഞാൻ അത് പറഞ്ഞല്ലോ, എന്നോട് അനുവാദം ചോദിക്കേണ്ട, എൻ്റെ സഹായവും ചോദിക്കേണ്ട, ഞാനത് തരില്ല, അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ, അതിന് നീ നിൻ്റെ പ്രവൃത്തി ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ നിന്നോടൊന്നും കാണിക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഗീതുവിനാകെ വല്ലാതെയായി. ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഗീതുവിന് ഒന്നും മിണ്ടിയില്ല. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ കാര്യവും പറഞ്ഞിങ്ങനെ പോകും. അപ്പോൾ ഗീതുവിന് തനിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരിത്. അപ്പോൾ തനിച്ച് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണല്ലോ നീ കേസ് ഏറ്റെടുത്തത്. അന്നേരം ഗോവിന്ദൻ ചോദിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഗീതു എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ അവിടെ ഇരിക്കുന്നു. എന്തായാലും രണ്ടിലൊന്ന് കൽപ്പിച്ച് തന്നെയാണ് ഗോവിന്ദൻ. ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ളൊരു രീതിയിലായി രണ്ടുപേരുടെ സംസാര രീതികളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അവരുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഗീതു ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിൽ ഗോവിന്ദൻ ഇങ്ങനെ ചിന്തിക്കുക. ആ ഒരു സംഭവം അവിടെ അങ്ങനെ നടക്കുന്നു. എന്തായാലും ഗീതു കാര്യങ്ങളൊന്നും സത്യസന്ധമായി അറിയാതെ അവരെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഗീതു തറവാട്ടിലേക്ക് ചെന്ന് വലതുകാലെടുത്ത് വെക്കുന്നതും ചെന്ന് കയറിയ ഉടനെ ഗീതു അവിടെ കാണിച്ചു കൂട്ടുന്ന ആ ഒരു പരാക്രമങ്ങളും ഒക്കെ മനസ്സിൽ കണ്ട് പേടിച്ച് വിറച്ച് രാധിക ഇങ്ങനെ ഊണുമില്ല ഉറക്കവും ഇല്ലാതെ അങ്ങനെ ഇരിക്കുക. ഗീതു എന്ന് പറയുന്ന ആ ഒരു വലിയ വിഷമാണ് തൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയോടൊക്കെ ഇരിക്കുന്ന രാധിക. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.